എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷന്റെ ഡിഫറെന്റ് വ്യൂസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയായിരുന്നു. അതിന്റെ ഒരു തുടർച്ചയായ ക്ലാസ് ആണ് ഇന്ന് നമ്മൾ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ ക്ലാസ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ പാർട്ട് 4. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആംഗിൾ ഓഫ് പ്രൊജക്ഷനുമായി ബന്ധപ്പെട്ടിട്ടാണ്. ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എന്താണ് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലേക്ക് എടുത്തിരിക്കുന്ന കാര്യം തന്നെ ഒന്ന് കണ്ടിന്യൂ ചെയ്യാണ്. അതായത് പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ. പ്ലെയിൻ ഓഫ് പ്രൊജക്ഷനിലെ ക്വാഡ്രന്റിന്റെ കാര്യങ്ങൾ പറഞ്ഞു. ദിസ് ഇസ് ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റ്. ഈ 4 ക്വാഡ്രന്റിൽ ഏത് ക്വാഡ്രന്റിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ ഒബ്ജക്റ്റിനെ ഒന്ന് പ്ലേസ് ചെയ്യാണ്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യാമെന്ന് വിചാരിക്കുക. ഞാനിവിടെ ഫസ്റ്റ് ക്വാർട്ടറിൽ ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്തു, കാണുന്നുണ്ടല്ലോ. അതുപോലെ നിങ്ങൾക്ക് ഏത് ക്വാർട്ടറിൽ വേണമെങ്കിലും ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇരു പ്ലെയിനുകളിലും ടച്ച് ചെയ്യാത്ത രീതിയിൽ ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുക. എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് എയറിലാണെന്ന് അസ്യൂം ചെയ്യുക. എയറിൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഫസ്റ്റ് ആംഗിൾ ആണെങ്കിൽ ഇതുപോലെ കാണുന്നുണ്ടല്ലോ. അപ്പൊ ഇത് പ്രകാരം നോക്കുമ്പോൾ വെർട്ടിക്കൽ പ്ലെയിനിൽ നിന്നും ഒരു നിശ്ചിത അകലമുണ്ട്, അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിന്നും നിശ്ചിത അകലം കാണാൻ പറ്റും. ആ അകലം എന്ന് പറയുന്നത് 2 സെന്റിമീറ്റർ അല്ലെങ്കിൽ 20 മില്ലിമീറ്റർ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പ്രത്യേകിച്ച് ഫസ്റ്റ് ഇയർ ട്രെയിനീസിന് അല്ലെങ്കിൽ നിങ്ങൾ ITI ട്രെയിനീസിനെ സംബന്ധിച്ചിടത്തോളം A3 ഷീറ്റ് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്ന കാര്യം പറഞ്ഞത്. അപ്പൊ ഇത് ഡ്രോയിങ് അല്പം കൂടി നീറ്റ് ആവാൻ ഈ രീതിയിൽ പ്ലേസ് ചെയ്യാം. ഓക്കെ, അതെല്ലാ ക്വാർട്ടറിലും പാലിക്കുന്നത് വളരെ നല്ലതാണെന്ന് അർത്ഥം. അപ്പൊ അങ്ങനെയെങ്കിൽ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ, സപ്പോസ് ഒബ്ജക്ട് ഫസ്റ്റ് ക്വാഡ്രന്റിലാണെങ്കിൽ അതിന് പറയുന്ന പേര് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ. ഒബ്ജക്ട് ഫസ്റ്റ് ക്വാഡ്രന്റ് ആണെങ്കിൽ അതിന് പറയുന്ന പേരാണെന്ത്? ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ. അതുപോലെ തന്നെ ഒബ്ജക്ട് സെക്കൻഡ് ക്വാഡ്രന്റിലാണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ ഇതുപോലെ കിട്ടും. അതിന് പേരെന്ന് പറയാം സെക്കൻഡ് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് പറയാം. തേർഡ് ക്വാഡ്രന്റിലാണെങ്കിൽ എന്ത് പേര് പറയാം? തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ. ഇനി ഫോർത്ത് ക്വാഡ്രന്റിലാണെങ്കിൽ എന്ത് പേര് പറയാം? ഫോർത്ത് ആംഗിൾ പ്രൊജക്ഷൻ. അത്തരത്തില് 4 ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അപ്പൊ അതെങ്ങനെയാണ് ഓരോന്നും എന്നുള്ള കാര്യം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പൊ അതിനുവേണ്ടി ഞാൻ ആദ്യം പറയാൻ പോകുന്നത് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷന്റെ ഡീറ്റെയിൽഡ് ആണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ ഈ ഒബ്ജക്റ്റ് എവിടെ വെക്കണം? നമ്മുടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഇതുപോലെ പ്ലേസ് ചെയ്യണം. ഒബ്ജക്റ്റ് നിങ്ങൾക്ക് ഏത് രീതിയിൽ പ്ലേസ് ചെയ്യാൻ കുഴപ്പമില്ല. പക്ഷെ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിന്നും വെർട്ടിക്കൽ പ്ലെയിനിൽ നിന്നും 20 മില്ലിമീറ്റർ അല്ലെങ്കിൽ 2 സെന്റിമീറ്റർ അകലത്തിൽ പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് എയറിൽ. അപ്പൊ എനിക്ക് ഇങ്ങനെ പിടിച്ചു നിർത്താൻ സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഒബ്ജക്ട് എയറിൽ ഇവിടെ ഉണ്ട് എന്ന് നിങ്ങൾ പ്രത്യേകം അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പോ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ സംബന്ധിച്ചിടത്തോളം ബാക്കി 3 സ്പേസുകൾ നമുക്ക് തൽക്കാലം ആവശ്യമില്ല ആണല്ലോ. അതുകൊണ്ട് ഞാൻ തൽക്കാലം ഈ ഒരു ഭാഗം മാത്രം, അതായത് ഇതുപോലുള്ള ഒരു ഭാഗം മാത്രം കൺസിഡർ ചെയ്യാണ്. അപ്പൊ അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽഡ് നോക്കാം. അപ്പൊ അതിന് സപ്പോസ് ഇതാണെന്ന് വിചാരിക്കാം. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷന്റെ ക്വാഡ്രന്റ് ഇതാണ്. അങ്ങനെയെങ്കിൽ ഇവിടെയാണ് നമ്മൾ ഒബ്ജക്ട് പ്ലേസ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഒബ്ജക്ട് ഇവിടെ നമുക്ക് എയറിൽ എന്നുള്ള രീതിയിൽ പ്ലേസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അത് പ്രകാരം എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ അതിന് ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ ഫ്രണ്ട് വ്യൂ. എവിടെയായിരുന്നു ഫ്രണ്ട് വ്യൂ? ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാഡ്രന്റും ഫോർത്ത് ക്വാഡ്രന്റും ഡയറക്ട്ലി കാണുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒബ്ജക്ട് എവിടെ വെച്ച് കഴിഞ്ഞാലും ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞാൽ എവിടെ നിന്നായിരിക്കും? ഈ വശത്ത് നിന്ന് കാണുന്നുണ്ടല്ലോ, ഇവിടെ നിന്ന്. ഞാൻ കൈവച്ചിരിക്കുന്ന ഈ പൊസിഷനാണ് ഫ്രണ്ട് വ്യൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്ന കൺസെപ്റ്റ് എടുക്കുക. ഫ്രണ്ട് വ്യൂ. അപ്പൊ ഫ്രണ്ട് വ്യൂ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഞാൻ തൽക്കാലം ആ പ്രൊജക്ഷന്റെ പിക്ചർ ഇവിടെ വരച്ചിട്ടുണ്ട്. അതായത് ആ ആംഗിൾ ഓഫ് പ്രൊജക്ഷന്റെ പിക്ചർ. അപ്പൊ ഇതാണ് ഫസ്റ്റ് ക്വാഡ്രന്റ്. അപ്പോ നിങ്ങൾ ഒബ്ജക്ട് ഒബ്സർവർ ഇവിടെയാണ്. ഇവിടെ നിന്നാണ് ഫ്രണ്ട് വ്യൂ കാണുന്നുണ്ടല്ലോ. അപ്പോ ഒബ്ജക്ട് ഇവിടെയുണ്ട്. അതിന്റെ പുറകിലുള്ള പ്ലെയിനിലാണ് നമ്മൾ ഫ്രണ്ട് വ്യൂ വരക്കാൻ പോകുന്നത്. അതായത് ഒന്നുകൂടി പറയാം, ഇതാണ് നമ്മുടെ ക്വാഡ്രന്റില് ഫസ്റ്റ് ക്വാഡ്രന്റ്. അതിൽ ഒബ്ജക്ട് നിങ്ങൾ ഇവിടെ പ്ലേസ് ചെയ്യുന്നു. ഓക്കെ, ഞാൻ തൽക്കാലം താഴെ വെക്കുകയാണ്. ഒബ്ജക്ട് ഇവിടെയുണ്ടെന്ന് വിചാരിക്കാം. ഒബ്സർവർ ഇവിടെ നിന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്ന പ്രത്യേകത എന്താ? ഒബ്സർവർ ഇവിടെ, അതിനുശേഷം ഒബ്ജക്ട്, അതിന്റെ പുറകിലാണ് എന്തുള്ളത്? പ്ലെയിൻ. ആ പുറകിലുള്ള പ്ലെയിനിലാണ് ഫ്രണ്ടിൽ നിന്ന് കാണുന്ന കാര്യങ്ങൾ നിങ്ങൾ ഡ്രോയിങ് ചെയ്തെടുക്കാൻ പോകുന്നത്.
ഇതാണ് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പൊസിഷൻസ് ഓഫ് ഒബ്ജക്റ്റ് ഒബ്സർവർ പ്ലെയിൻ ഏത് രീതിയിലാണോ അതാണ് ഓരോ ആംഗിൾ പ്രൊജക്ഷനും കണ്ടീഷനായിട്ട് എടുക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷന്റെ കണ്ടീഷൻ നോക്കാം. പ്ലെയിൻ, ഒബ്ജക്റ്റ്, ദെൻ ഒബ്സർവർ എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് പ്ലെയിനിനും ഒബ്സർവറിനും ഇടയിലായിരിക്കും. വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. അതാണ് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷന്റെ കണ്ടീഷൻ. ഒബ്ജക്റ്റ് പ്ലെയിനിനും ഒബ്സർവറിനും ഇടയിലായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറയാം, ഇതുപോലെ നിങ്ങൾക്ക് കാണാം. നിങ്ങളിപ്പോ ഫ്രണ്ട് വ്യൂവിന്റെ രീതിയിലാണ് ഇങ്ങനെ. നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളിപ്പോ ഫ്രണ്ട് വ്യൂയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം കാണുന്നത് എന്താണ്? ഒബ്ജക്റ്റ്, അതിന് പുറകിലുള്ള പ്ലെയിനിനാണ് നിങ്ങൾക്ക് ഡ്രോയിങ് ചെയ്തെടുക്കാൻ സാധിക്കത്തുള്ളൂ. ഇതാണ് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷന്റെ കണ്ടീഷൻ. അപ്പോൾ ഈ കണ്ടീഷൻ ഇതിന്റെ എല്ലാ വ്യൂസിലും കൃത്യമായിട്ട് പാലിച്ചിരിക്കണം. ക്ലിയർ ആകുന്നുണ്ടല്ലോ? ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഈ കണ്ടീഷൻ, അതായത് പൊസിഷൻസ് ഓഫ് പ്ലെയിൻ, ഒബ്ജക്റ്റ്, ഒബ്സർവർ, ഈ പറയുന്ന കണ്ടീഷൻ, ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് പ്ലെയിനിനും ഒബ്സർവറിനും ഇടയിലായിരിക്കണം. ഏതൊക്കെ വ്യൂവില് നമ്മൾ വരയ്ക്കാൻ പോകുന്ന മുഴുവൻ വ്യൂസിലും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം, പൂർണ്ണമായിട്ട് പാലിച്ചിരിക്കണം. അപ്പൊ അത് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ഫ്രണ്ട് വ്യൂ ഓക്കെ ആയി. ഫ്രണ്ട് വ്യൂ ഓക്കെ എന്ന് പറഞ്ഞാൽ വരയ്ക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് അടുത്ത ക്ലാസ്സിലേക്ക് നോക്കാം. അപ്പൊ ഫ്രണ്ട് വ്യൂ ഏത് പ്ലെയിനിൽ കിട്ടും എന്നുള്ള കാര്യം നിങ്ങൾ ഇപ്പൊ മനസ്സിലാക്കുക. ഒബ്ജക്റ്റ് ഇവിടെയുണ്ട്, നിങ്ങളിപ്പോ നിലവിൽ ഫ്രണ്ട് വ്യൂയിലാണ്. അപ്പൊ അതിന്റെ ഫ്രണ്ടിൽ നിന്ന് കാണുന്ന കാര്യം, അതായത് സൈഡിൽ നിന്നും ടോപ്പിൽ നിന്നും കാണാത്ത കാര്യങ്ങളെല്ലാം ഫ്രണ്ടിൽ നിന്ന് കാണും. അത് അതേപടി നിങ്ങൾ ഈ കാണുന്ന വെർട്ടിക്കൽ പ്ലെയിനിലേക്ക് വരച്ചെടുക്കുക. ഇതാണ് നമ്മുടെ വെർട്ടിക്കൽ പ്ലെയിൻ. ഓക്കെ, ഇനി ടോപ്പ് വ്യൂ. ടോപ്പ് വ്യൂ എന്ന് പറയുമ്പോൾ എവിടെ നോക്കണം? നേരെ മുകളിൽ നിന്ന് ഞാൻ ഈ കൈ കാണിച്ചിരിക്കുന്ന പൊസിഷൻ നോക്കാം. കാണുന്നുണ്ടല്ലോ? അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആദ്യം കണ്ടീഷൻ സാറ്റിസ്ഫൈ ആകുന്നുണ്ടോ നോക്കാം. ഒബ്ജക്റ്റ് പ്ലെയിനിനും ഒബ്സർവറിനും ഇടയിലാണോ ഒന്ന് നോക്കിയേ. ഒബ്സർവർ ഇവിടെ എന്റെ കൈ വെച്ചിരിക്കുന്ന പൊസിഷനിൽ, പ്ലെയിൻ താഴെയുണ്ട്, അതിനിടയിലല്ലേ ഒബ്ജക്റ്റ്. അപ്പോൾ തീർച്ചയായിട്ടും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. ഒബ്ജക്റ്റ് പ്ലെയിനിനും ഒബ്സർവറിനും ഇടയിലാണ്. ഇനി നമ്മൾ വരച്ചിരിക്കുന്ന പിക്ചർ പ്രകാരം പറയുകയാണെങ്കിൽ ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്നാണ്. മുകളിൽ നിന്ന് ഒബ്സർവർ ഇവിടെ, ഒബ്ജക്റ്റ് ഇവിടെ, തൊട്ട് താഴെയുള്ള ഈ പ്ലെയിനിലാണ് എന്ത് ചെയ്യുന്നത്? ടോപ്പ് വ്യൂ വരച്ചെടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് സാധിക്കും? മുകളിൽ നിന്ന് നേരെ നോക്കുക. അപ്പോൾ ടോപ്പിൽ കാണുന്ന കാര്യങ്ങൾ എന്താണോ അത് സൈഡിൽ കാണില്ല. അതുപോലെ ഫ്രണ്ട് വ്യൂയിലും കാണാത്ത കാര്യങ്ങൾ ടോപ്പിൽ വ്യക്തമായിട്ട് കാണും. ആ കാണുന്ന കാര്യങ്ങൾ അതേപടി ഈ താഴെ കാണുന്ന ഹൊറിസോണ്ടൽ പ്ലെയിനിൽ വരച്ചെടുക്കും. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് അപ്പൊ നിലവിൽ നിങ്ങൾ ഫ്രണ്ട് വ്യൂവിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട് വ്യൂ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടോപ്പ് വ്യൂ ഇവിടെ വരച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ ഇപ്പോൾ സാധിക്കില്ല. നമുക്ക് അത് എങ്ങനെയാണ് കാണാന്നുള്ളത് ഞാൻ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് പറയാം. ഓക്കെ, നിലവിൽ ഇത്രയും കാര്യങ്ങൾ ചിന്തിക്കാം. ഇനി അടുത്തത് നമ്മുടെ ഫിഗറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇനി പറയാൻ പോകുന്നത് ലെഫ്റ്റ് സൈഡ് വ്യൂ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റൈറ്റ് സൈഡ് വ്യൂയും അതേപോലെ ഡിസ്കസ് ചെയ്യാം. തൽക്കാലം ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു? ലെഫ്റ്റ് സൈഡ് വ്യൂ. അപ്പൊ ഒബ്ജക്റ്റീവ് ഇവിടെ ഉണ്ടല്ലോ. ഏതാണ് ലെഫ്റ്റ് സൈഡ്? നിങ്ങൾ ഫ്രണ്ട് വ്യൂയിലാണ് ഇപ്പോഴുള്ളത്. ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എന്റെ വശം ലെഫ്റ്റ് ആണ്, നിങ്ങളുടെ വ്യൂയിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ കാണുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ നോക്കുക. കണ്ടീഷൻ എന്താണ്? ഒബ്സർവർ എവിടെയുണ്ട്, പിന്നീട് എന്ത് കാണണം? ഒബ്ജക്റ്റ് കാണണം, അതിന് പുറകിൽ ഒരു പ്ലെയിൻ വേണം വരക്കാൻ. അപ്പൊ നിലവിൽ പ്ലെയിൻ ഉണ്ടോ? ഇല്ല. അപ്പൊ അത്തരത്തിലൊരു പ്ലെയിൻ ആണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. പുതിയൊരു പ്ലെയിൻ ക്രിയേറ്റ് ചെയ്യാണ്. ഇത് വെർട്ടിക്കൽ പ്ലെയിൻ, ഇത് ഹൊറിസോണ്ടൽ പ്ലെയിൻ. അപ്പോൾ അത് കൂടാതെ സൈഡ് വ്യൂ വരക്കുന്നതിന് വേണ്ടി പുതിയൊരു പ്ലെയിൻ ക്രിയേറ്റ് ചെയ്യാണ്. ഞാൻ തൽക്കാലം ഒബ്ജക്റ്റ് ഒന്ന് ഇവിടെ താഴെ വെക്കാണ്. ഒബ്ജക്റ്റ് ഇവിടെ ഉണ്ടെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ പുതിയൊരു പ്ലെയിൻ ക്രിയേറ്റ് ചെയ്യാണ്. ഇതുപോലെ ഒരു പ്ലെയിൻ കാണുന്നുണ്ടല്ലോ, ഇതുപോലെ ഒരു പ്ലെയിൻ. അപ്പോഴെന്താണ് പ്രത്യേകത? ഇത് വെർട്ടിക്കൽ പ്ലെയിൻ, ഇത് ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഈ കാണുന്ന പ്ലെയിൻ, ആ പ്ലെയിനിന് പ്രത്യേകതയുണ്ട്. അത് ഹൊറിസോണ്ടൽ പ്ലെയിനിനും വെർട്ടിക്കൽ പ്ലെയിനിനും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിൻ ആണ്. ഹൊറിസോണ്ടൽ പ്ലെയിന് പെർപെൻഡിക്കുലർ നോക്കുക 90 ഡിഗ്രി, വെർട്ടിക്കൽ പ്ലെയിന് പെർപെൻഡിക്കുലർ മുകളിൽ നോക്കിയാൽ മനസ്സിലാവും 90 ഡിഗ്രി. അത്തരത്തിലൊരു പ്ലെയിൻ ആണ് മൂന്നാമത്തെ പ്ലെയിൻ. അതിന് പറയുന്ന പേരാണ് പ്രിൻസിപ്പൽ പ്ലെയിൻ. അതിന് പറയുന്ന പേരാണ് പ്രിൻസിപ്പൽ പ്ലെയിൻ, അല്ലെങ്കിൽ സൈഡ് പ്ലെയിൻ എന്നും വേണമെങ്കിൽ പറയാം, പ്രൊഫൈൽ പ്ലെയിൻ. അത്തരത്തിൽ വിവിധ പേരുകൾ അറിയപ്പെടും. നമുക്ക് തൽക്കാലം അതിന്റെ പേരുകൾ പ്രിൻസിപ്പൽ പ്ലെയിനോ പ്രൊഫൈൽ പ്ലെയിനോ അല്ലെങ്കിൽ സൈഡ് പ്ലെയിനോ എന്നൊക്കെ മനസ്സിലാക്കിയെടുക്കാം, കുഴപ്പമില്ല. അതായത് അതിന്റെ ഉദ്ദേശം എന്താണ്? സൈഡ് വ്യൂ വരക്കാൻ ഉപയോഗിക്കുന്ന പ്ലെയിൻ ആണ് മൂന്നാമത്തെ പ്ലെയിൻ. അപ്പോൾ യഥാർത്ഥത്തിൽ പ്രൊജക്ഷന് 3 പ്ലെയിനുകൾ ആവശ്യമാണ്: വെർട്ടിക്കൽ പ്ലെയിൻ, ഹൊറിസോണ്ടൽ പ്ലെയിൻ ആൻഡ് പ്രിൻസിപ്പൽ പ്ലെയിൻ. പ്രിൻസിപ്പൽ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ബാക്കി 2 പ്ലെയിനുകൾക്കും പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ,
അതാണ് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്നത് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനിൽ 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ പ്ലെയിൻസ് ആണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ക്ലാസ്സിൽ. ഇതാണ് മ്യൂച്വലി പെർപെൻഡിക്കുലർ പ്ലെയിൻ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ഓരോന്നും നിങ്ങൾ ഏത് 2 പ്ലെയിനുകൾ എടുത്തു കഴിഞ്ഞാലും 90 ഡിഗ്രി ആംഗിൾ ആയിരിക്കും ഉണ്ടാവും. ക്ലിയർ ആണല്ലോ? അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇനി ലെഫ്റ്റ് സൈഡിന്റെ കാര്യമാണ് പറയുന്നത്. ഒബ്ജക്റ്റ് ഇവിടെ ഉണ്ടെന്ന് അസ്യൂം ചെയ്യണം. ഓക്കെ, ഒബ്ജക്റ്റ് ഇവിടെ ഉണ്ട്. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് നോക്കുന്ന കാര്യങ്ങൾ ലെഫ്റ്റ് സൈഡ് വ്യൂവിൽ ഞാൻ കാണുന്ന കാര്യങ്ങൾ എവിടെ വരച്ചെടുക്കാം? ഈ പ്ലെയിനിൽ വരച്ചെടുക്കാൻ സാധിക്കും. ക്ലിയർ ആണെന്നുണ്ടല്ലോ? ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് റൈറ്റ് സൈഡ് വ്യൂ ആണെന്ന് വരക്കേണ്ടതെന്ന് വിചാരിക്കാം. അപ്പോഴെന്ത് ശ്രദ്ധിക്കണം? ഈ പ്ലെയിൻ ഒന്ന് ഒഴിവാക്കുക. കാരണം കണ്ടീഷൻ നോക്കുക. എന്താണ് കണ്ടീഷൻ? പ്ലെയിൻ, ഒബ്ജക്റ്റ്, ഒബ്സർവർ. അപ്പോ റൈറ്റ് സൈഡ് വ്യൂ എന്ന് പറഞ്ഞാൽ എവിടുന്ന? അവിടെ നിന്നാണ് നോക്കുന്നത്. അപ്പൊ അവിടെ നിന്ന് നോക്കുമ്പോൾ ഒബ്സർവർ ഇവിടെ ഒബ്ജക്റ്റ്, ഇതിന് പുറകിൽ ഇവിടെ ഒരു പ്ലെയിൻ ക്രിയേറ്റ് ചെയ്യണം. ഞാൻ തൽക്കാലം ഇപ്പോഴ് ലെഫ്റ്റ് സൈഡ് വ്യൂ മാത്രം ഡിസ്കസ് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ ഇവിടെ പ്ലെയിൻ ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ ഞാൻ ഈ കൈ വെച്ചിരിക്കുന്ന പൊസിഷനിൽ ഒരു പ്ലെയിൻ ഉണ്ടാവണം. എങ്ങനെയെങ്കിൽ നിങ്ങൾ അവിടെ നിന്നാണ് നോക്കുന്നതെങ്കിൽ. ക്ലിയർ ആണല്ലോ? കാരണം ഒബ്സർവർ ഇവിടെയാണ്, അതിനുശേഷം ഒബ്ജക്റ്റ്, അതിന് പുറകിലുള്ള പ്ലെയിൻ, അതിലാണ് വരച്ചെടുക്കുന്നത്. തൽക്കാലം നമ്മൾക്കിപ്പോ ലെഫ്റ്റ് സൈഡ് വ്യൂ ഡിസ്കസ് ചെയ്യാം. റൈറ്റ് സൈഡ് വ്യൂ നിങ്ങൾ ഇതിന് ശേഷം ക്ലാസ് കേട്ടതിന് ശേഷം നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ചുകൊണ്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാ ലെഫ്റ്റ് സൈഡ് വ്യൂ. അപ്പൊ ഇനി ഞാൻ പറയാൻ പോകുന്നത്, നമ്മൾ 3 പ്ലെയിനുകളിലും വരച്ചു കഴിഞ്ഞു അല്ലെ? അപ്പോഴെന്തായിരുന്നു? ഫ്രണ്ട് വ്യൂ ഇവിടെയുണ്ട്. ഓക്കെ ആണല്ലോ? ടോപ്പ് വ്യൂ ഞാൻ ഇവിടെ വരച്ചെടുത്തിട്ടുണ്ട്. സൈഡ് വ്യൂ, ലെഫ്റ്റ് സൈഡ് വ്യൂ ഈ പ്ലെയിനിലുണ്ട്. പക്ഷെ ഇത് 3 പ്ലെയിനിലുണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വ്യൂവിൽ ഒരെണ്ണം മാത്രമേ കാണാൻ സാധിക്കൂ. നിങ്ങൾ ഇപ്പോൾ ഫ്രണ്ട് വ്യൂയിലാണുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പം നിലവിൽ ഏത് കാണാം? ഫ്രണ്ട് വ്യൂ കാണാൻ സാധിക്കും. ടോപ്പും സൈഡും കാണുന്നുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് അതും കാണണം. അപ്പോൾ ചെയ്യാൻ പോകുന്ന ലാസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. ഈ വരച്ചതിന് ശേഷം നമ്മൾ ഈ കാണുന്ന മുഴുവൻ ഡയഗ്രത്തിനെയും അല്ലെങ്കിൽ മുഴുവൻ പ്ലെയിനിലുള്ള കാര്യത്തിനെയും വെർട്ടിക്കൽ പ്ലെയിനിലേക്ക് കൺവേർട്ട് ചെയ്യാം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്ന പൊസിഷനിൽ നിന്ന് ചേഞ്ച് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ മുഴുവൻ വ്യൂസിനെയും കാണാൻ സാധിക്കണം. അപ്പൊ നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന പൊസിഷനിൽ തന്നെ നിൽക്കാം. പക്ഷെ നമുക്ക് വരച്ചിരിക്കുന്ന മുഴുവൻ പിക്ചറുകളെയും കാണാം. അതിനുവേണ്ടി നിങ്ങൾ പണ്ട് പഠിച്ചിരിക്കുന്ന റൂൾ, അതായത് റൊട്ടേഷൻ റൂൾ. റൊട്ടേഷൻ റൂൾ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഞാൻ തൽക്കാലം അതിനുവേണ്ടി പ്ലെയിൻ ഒന്ന് ജസ്റ്റ് ഒന്ന്, അതായത് സൈഡ് പ്ലെയിൻ ഒന്ന് മാറ്റുന്നു. റൊട്ടേഷൻ റൂൾ എന്ന് പറഞ്ഞാൽ ഇതുപോലെയായിരുന്നു. ഓക്കെ, 4 സ്ക്വാഡ്രന്റ് ഉണ്ടെങ്കിൽ പ്ലെയിനുകളെ 90 ഡിഗ്രി ക്ലോക്ക് വൈസിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പ്ലെയിൻ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങോട്ടേക്ക്, താഴേക്ക്, ഇങ്ങോട്ട്, അതായത് എളുപ്പത്തിൽ മനസ്സിലായ ഈ 4 ക്വാർട്ടറിന്റെ കാര്യം തന്നെ നോക്കാം. റൊട്ടേഷൻ പ്ലെയിൻ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. എന്തായിരുന്നു റൊട്ടേഷൻ പ്ലെയിൻ? നമ്മൾ ഇതാണ് ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ക്വാർട്ടറിൽ. റൊട്ടേഷൻ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഈ പ്ലെയിനെ നിങ്ങൾക്ക് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാം ക്ലോക്ക് വൈസ്. ഇതിനെയാണെങ്കിൽ 90 ഡിഗ്രി ക്ലോക്ക് വൈസിൽ ഇതുപോലെ, ഇതിനെയാണെങ്കിൽ താഴേക്ക് 90 ഡിഗ്രി ക്ലോക്ക് വൈസിൽ. ആ റൊട്ടേഷൻ റൂൾ നമ്മൾ ഇവിടെ ഉപയോഗിക്കാൻ പോവുകയാണ്. ഓക്കെ, അത് പ്രകാരം നോക്കാം. ഫ്രണ്ട് വ്യൂ ആണല്ലോ. ഫ്രണ്ട് വ്യൂയിലാണ് നിങ്ങളുള്ളത്. അപ്പോൾ ഫ്രണ്ട് വ്യൂയിലുള്ള കാര്യം ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ പ്ലെയിനിൽ ഇവിടെ ലഭിച്ചിട്ടുണ്ട്. ടോപ്പ് വ്യൂയിലുള്ള കാര്യം ഞാൻ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതിന് എന്ത് ചെയ്യുന്നു? റൊട്ടേറ്റ് ചെയ്യുന്നു. നോക്കുക, ക്ലോക്ക് വൈസ്. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട് വ്യൂയിൽ എന്ത് കണ്ടു? ഇതാണ് റഫറൻസ് ലൈൻ. 2 പ്ലെയിനുകളുടെ ഇടയിലുള്ള ലൈനാണ് റഫറൻസ് ലൈൻ. അതിന് മുകളിൽ എന്ത് കിട്ടി? ഫ്രണ്ട് വ്യൂ കിട്ടി. അപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് ഡ്രോയിങ് ചെയ്യാണ്. ഇതാ ഫ്രണ്ട് വ്യൂ നിങ്ങൾക്ക് ഇവിടെ കിട്ടി. കാണുന്നുണ്ടല്ലോ? ടോപ്പ് വ്യൂ, ആ റൊട്ടേഷൻ ചെയ്തതിന് ശേഷം ടോപ്പ് വ്യൂ ഇവിടെ കിട്ടും, താഴെ കിട്ടും. ഓക്കെ, ഇതാ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ. റെഡി ആണല്ലോ? ഇനി സൈഡ് വ്യൂ ഒന്നുകൂടി നോക്കാം. ഇങ്ങനെയായിരുന്നു പഴയ രൂപം. അപ്പോ ഫ്രണ്ട് വ്യൂ കിട്ടി, ടോപ്പ് വ്യൂ കിട്ടി. ഇനി സൈഡ് വ്യൂവിനെ നിങ്ങൾ വെർട്ടിക്കൽ പ്ലെയിനിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചിന്തിച്ചു നോക്കുക. ഇതിനെ നിങ്ങൾക്ക് റൊട്ടേറ്റ് ചെയ്യാൻ 90 ഡിഗ്രി. എങ്ങോട്ടായിരിക്കും? ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത കാര്യമുണ്ടോ? ഇല്ല. കാരണം ഫ്രണ്ട് വ്യൂവിന്റെ മുകളിലാണ് പോയി കിടക്കുക. അപ്പോൾ എന്ത് ചെയ്യണം? ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യാം. കാണുന്നുണ്ടല്ലോ? ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാ വ്യൂസും കാണാൻ പറ്റും. അപ്പൊ പ്രത്യേകത എന്താ? ലെഫ്റ്റിൽ നിന്നാണ് ഞാൻ നോക്കിയിരിക്കുന്നത്. പക്ഷെ ആ വ്യൂ എവിടെ കിട്ടി? റൈറ്റ് സൈഡിൽ. അതായത് ഇവിടെ എന്ത് കിട്ടും? ലെഫ്റ്റ് സൈഡ് വ്യൂ. സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടാണ് നോക്കുന്നുണ്ടെങ്കിൽ എവിടെ കിട്ടുക? അപ്പോൾ പ്ലെയിന് നേരെ തിരിച്ചിട്ടുണ്ടാവില്ല. ഇവിടെ ആയിരിക്കും പ്ലെയിൻ ഉണ്ടാവുക. അതിനെ നേരെ പുറകിൽ ഇങ്ങോട്ടേക്ക്, അതായത് ഇതുപോലെയാണെങ്കിൽ ഇങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്യും. അപ്പൊ വേണമെങ്കിൽ റൈറ്റ് സൈഡ് വ്യൂ ഈ ഭാഗത്ത് കിട്ടും. ഞാൻ തൽക്കാലം ലെഫ്റ്റ് സൈഡ് വ്യൂ മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ അതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് വരച്ചത്. ക്ലിയർ ആണല്ലോ? ഇതാണ് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷന്റെ ബേസിക് കൺസെപ്റ്റ്. ഓക്കെ, ഇതുപോലെ ബാക്കി എല്ലാ ആംഗിൾ ഓഫ് പ്രൊജക്ഷനും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
ക്ലിയർ ആണല്ലോ? അപ്പൊ ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് പറയാം. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ 3 പ്ലെയിനുകൾ. ഫ്രണ്ട് വ്യൂ ആണ് നിങ്ങൾ ഇപ്പൊ നിലവിലുള്ളത്. ഇത് വെർട്ടിക്കൽ പ്ലെയിൻ, ഹൊറിസോണ്ടൽ പ്ലെയിൻ, സൈഡ് പ്ലെയിൻ, പ്രൊഫൈൽ പ്ലെയിൻ. ഓക്കെ, അപ്പോൾ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് വെർട്ടിക്കൽ പ്ലെയിനിൽ വരച്ചെടുത്തു, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ടോപ്പ് വ്യൂ നിങ്ങൾ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ വരച്ചെടുത്തിട്ടുണ്ട്. അതിനെ കാണണമെങ്കിൽ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ താഴേക്ക്, അപ്പോൾ അത് കിട്ടി. സൈഡ് വ്യൂ നിങ്ങൾ സൈഡ് പ്ലെയിനിൽ വരച്ചെടുത്തിട്ടുണ്ട്, അതിനെയും റൊട്ടേറ്റ് ചെയ്യാം, ഇതുപോലെ കിട്ടി. ഓക്കെ, റെഡി ആണല്ലോ? അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇനി ക്വാഡ്രന്റ് ഇല്ലാതെ, അതായത് പ്ലെയിൻ ഇല്ലാതെ ഒന്ന് ഞാൻ മനസ്സിലാക്കിയെടുക്കാം. സപ്പോസ് ഫ്രണ്ട് വ്യൂ ഇതാണെന്ന് വിചാരിക്കാം. ടോപ്പ് വ്യൂ മുകളിൽ നിന്ന് കാണുന്നുണ്ടല്ലോ, അതിനെ എങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യിക്കാം? താഴേക്ക്. ടോപ്പ് വ്യൂ കിട്ടി. ഓക്കെ, ഒബ്ജക്റ്റ് ഇങ്ങനെയായിരുന്നു. ഇനി സൈഡ് വ്യൂ ആണെങ്കിൽ എങ്ങനെ? ലെഫ്റ്റ് സൈഡ് വ്യൂ ആണെങ്കിൽ ഇതുപോലെ. റൈറ്റ് സൈഡ് വ്യൂ ആണെങ്കിൽ അവിടെ നിന്നാണല്ലോ, നേരെ പ്ലെയിൻ ഇങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതാണ് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ആംഗിൾ ഓഫ് പ്രൊജക്ഷനിലേക്ക് പോവാം. സെക്കൻഡ് ആംഗിൾ പ്രൊജക്ഷനിലേക്ക് ഒന്ന് കടന്നു നോക്കാം. സെക്കൻഡ് ആംഗിൾ പ്രൊജക്ഷൻ, ഒബ്ജക്ട് എവിടെയാണ്? ഇവിടെയാണ്. ഓക്കെ, ഒബ്ജക്ട് സെക്കൻഡ് ക്വാർട്ടറിൽ ഇവിടെയാണ്, ഞാൻ കൈവച്ചിരിക്കുന്ന പോർഷൻ. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റ് കണ്ടീഷൻ നോക്കാം. കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒബ്ജക്ട് ഇവിടെ ഉണ്ട് അസ്യൂം ചെയ്യാം. ഞാൻ ഇവിടെ ഒബ്ജക്ട് വെക്കുന്നില്ല, തൽക്കാലം ഒബ്ജക്ട് ഇവിടെ ഉണ്ടെന്ന്, ഒബ്ജക്ട് ഇവിടെ ഉണ്ടെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, തൽക്കാലം ഇവിടെ ഒബ്ജക്ട് ഉണ്ട്. അങ്ങനെയെങ്കിൽ കണ്ടീഷൻ നോക്കുക. ഫ്രണ്ട് വ്യൂ ആണ് കണ്ടീഷൻ എടുക്കേണ്ടത്. ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞാൽ എവിടെയാണല്ലോ ഒബ്സർവർ. ഒബ്സർവർ എവിടെയുണ്ട്? ആദ്യം കാണുന്ന എന്താ? പ്ലെയിൻ, അതിനുശേഷമാണ് ഒബ്ജക്റ്റ്. അപ്പൊ കണ്ടീഷൻ എന്താണ്? പ്ലെയിൻ ഒബ്സർവറിനും ഒബ്ജക്റ്റിനും ഇടയിലാണ്. അങ്ങനെയെങ്കിൽ എല്ലാ വ്യൂസിലും അത് സാറ്റിസ്ഫൈ ചെയ്യണം. നമുക്ക് നോക്കാം. ടോപ്പ് വ്യൂ നേരെ മുകളിൽ നോക്കുന്നു. മുകളിൽ നോക്കുമ്പോൾ കണ്ടീഷൻ പ്രകാരം ആദ്യം പ്ലെയിൻ ആകാണ്ടത് കാണുന്നുണ്ടോ? ഇല്ല, കാരണം ആദ്യം നിങ്ങൾ ഇവിടെ നോക്കുമ്പോൾ ഒബ്ജക്റ്റ് ആ കാണുന്നത്, അതിന് പുറകിലാണ് പ്ലെയിൻ കാണുന്നത്. അപ്പൊ അവിടെ ഫെയിലായി. അവിടെ ഫെയിൽ ആയി കഴിഞ്ഞാൽ ഇത് വരയ്ക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. ഇനി ഇൻ കേസ് നിങ്ങൾ അറിയാതെ നിങ്ങൾ ഒരു കാര്യം ചെയ്തു, ഒബ്ജക്റ്റ് ഇവിടെ വെച്ച് നിങ്ങൾ ഇത് വരച്ചെടുത്തു എന്ന് വിചാരിക്കാം. ഓക്കെ, ഒരാൾ അറിയാതെ കണ്ടീഷൻ ഒന്നും നോക്കാതെ ഒരാൾ വരച്ചെടുത്തു. അപ്പൊ അയാൾക്ക് എന്ത് കിട്ടും? അവിടെ നിന്ന് നോക്കുമ്പോൾ ഫ്രണ്ട് വ്യൂ ഇവിടെ കിട്ടി. ഓക്കെ ആണല്ലോ? ടോപ്പ് വ്യൂ ഇവിടെ കിട്ടി. സൈഡ് വ്യൂ അവിടെ നിൽക്കട്ടെ. നമുക്ക് ഫ്രണ്ട് വ്യൂയും ടോപ്പ് വ്യൂയും കിട്ടിയതിന് ശേഷം, അതായത് ഫ്രണ്ട് വ്യൂയും ടോപ്പ് വ്യൂ ഇതുപോലെ കിട്ടിയതിന് ശേഷം നമുക്ക് അതിനെ റൊട്ടേറ്റ് ചെയ്യണം അല്ലെ? അതായത് നിങ്ങളിപ്പോൾ ഫ്രണ്ട് വ്യൂയിലാണ്, അതവിടെ കിട്ടി. ടോപ്പ് വ്യൂയിലുള്ള കാര്യം കാണാൻ വേണ്ടി നിങ്ങൾക്ക് റൊട്ടേറ്റ് ചെയ്യാം. ഈ പ്ലെയിനെ റൊട്ടേറ്റ് ചെയ്യണ്ടേ? ഓക്കെ, ഇതാ ഈ പ്ലെയിനെ റൊട്ടേറ്റ് ചെയ്യണ്ടേ? ഈ പ്ലെയിൻ എങ്ങോട്ടേ റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ? ക്ലോക്ക് വൈസിൽ മുകളിലേക്കേ പറ്റത്തുള്ളൂ. താഴേക്കായിരുന്നെങ്കിൽ എളുപ്പമാണ്, പക്ഷെ അത് പറ്റില്ല. റൂള് പ്രകാരം മുകളിലേക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്താ പ്രത്യേകത? ഫ്രണ്ട് വ്യൂവിന്റെ മുകളിൽ തന്നെ പോയി കിടക്കും. അതുകൊണ്ട് യാതൊരു കാരണവശാലും ടോപ്പ് വ്യൂ വരച്ചതിനെ കൊണ്ട് കാര്യമില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ കണ്ടീഷൻ ഫെയിൽ ആവുകയാണ്. അതുകൊണ്ട് സെക്കൻഡ് ആംഗിൾ പ്രൊജക്ഷൻ നിങ്ങൾക്ക് വരയ്ക്കാൻ സാധിക്കില്ല. ഓക്കെ, ഇനി തേർഡ് ആംഗിളിലേക്ക് പോകുന്നതിന് മുന്നേ ഒന്ന് ഫോർത്ത് ആംഗിളും കൂടി നോക്കി. ഫോർത്ത് ആംഗിൾ ഇവിടെയാണ് ഒബ്ജക്ട് എന്ന് വിചാരിക്കുക. ഫ്രണ്ട് വ്യൂ അവിടെ നിന്ന് കിട്ടി, ഇവിടെ വരച്ചു, കുഴപ്പമില്ലല്ലോ. കണ്ടീഷൻ എന്താ? ഒബ്ജക്ട് പ്ലെയിൻ. ഓക്കെ, ഇതേ കണ്ടീഷൻ തന്നെ. അതായത് ഒബ്ജക്ട് അതിനുശേഷമാണ് പ്ലെയിൻ കാണുന്നത്. അങ്ങനെയെങ്കിൽ ടോപ്പ് വ്യൂ നോക്കിയേ, ആദ്യം കാണുന്ന പ്ലെയിൻ ആണ്. ഫെയിലായി, കണ്ടീഷൻ ഫെയിലായി. ഇനി നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ കണ്ടീഷൻ ഫെയിലായെങ്കിലും നിങ്ങൾ അറിയാതെ ഇവിടെ വരച്ചു. ഫ്രണ്ട് വ്യൂ ഇവിടെ വരച്ചു, കുഴപ്പമില്ല, കാണുന്നുണ്ട്. ടോപ്പ് വ്യൂ ഇവിടെ വരച്ചു, അതിനെ റൊട്ടേറ്റ് ചെയ്യണം. എങ്ങോട്ടാ റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ? നേരെ താഴേക്കേ പറ്റത്തുള്ളൂ. അപ്പോൾ ഏതിന്റെ മുകളിൽ പോയി കിടക്കും? ഫ്രണ്ട് വ്യൂവിന്റെ മുകളിൽ. അതുകൊണ്ട് പിന്നെ സൈഡ് വ്യൂവിനെ പറ്റി ചിന്തിക്കണ്ട. അതുകൊണ്ട് ഈ കാരണമുള്ളത് കൊണ്ട് സെക്കൻഡ് ആംഗിൾ പ്രൊജക്ഷനും ഫോർത്ത് ആംഗിൾ പ്രൊജക്ഷനും ഒരിക്കലും നമുക്ക് വരച്ചെടുക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ഈ രണ്ട് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻസ് നമുക്ക് ഇല്ല എന്നുള്ള ഗണത്തിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ആകെ രണ്ട് ആംഗിൾ ഓഫ് പ്രൊജക്ഷനേ ഉള്ളൂ. ഒന്ന് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ. ഇനി നമുക്ക് ലാസ്റ്റ് തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ കൂടി നോക്കാം. അതുകൊണ്ടാന്ന് നോക്കണല്ലോ. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. തേർഡ് ആംഗിൾ പ്രൊജക്ഷനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ഒരു തേർഡ് ആംഗിൾ മാത്രം എടുക്കാം. ഇതാണെന്ന് വിചാരിക്കാം തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ. ഓക്കെ, അതായത് ഇതുപോലെയുള്ള ഒരു ഭാഗമാണ് ഞാൻ തൽക്കാലം ഇതെടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഫ്രണ്ട് വ്യൂ ഇവിടെ നിന്നാണല്ലോ നോക്കാം. ആദ്യം കാണുന്നത് പ്ലെയിൻ, അതിനുശേഷം ഇവിടെയാണ് ഒബ്ജക്ട് വെക്കുക. ഒബ്ജക്ട് ഇവിടെ ഉണ്ടെന്ന് അസ്യൂം ചെയ്യാം. ഞാൻ ഒബ്ജക്ട് ഇവിടെ വെക്കുന്നില്ല, ഇവിടെ ഉണ്ടെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതായത് ഫിഗർ വരക്കുവാണെങ്കിൽ ഇവിടെ നിന്ന് നോക്കുന്നു. ഇത് ഫ്രണ്ട് വ്യൂ ആണ്. അതായത് ഒബ്സർവർ ഇവിടെ, ഒബ്ജക്റ്റ് ഇവിടെ ഉണ്ടാവും. ഒബ്ജക്റ്റ് ഇവിടെ. ഓക്കെ, ഇത് പ്ലെയിൻ ആണ്, കാണുന്നുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ എന്താണ് തേർഡ് ആംഗിൾ പ്രൊജക്ഷന്റെ കണ്ടീഷൻ? നമ്മളിപ്പോൾ പറയുന്നത് തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ ആണ്. ഓക്കെ,
തേർഡ് ആംഗിൾ പ്രൊജക്ഷന്റെ കണ്ടീഷൻ ഒന്ന് നോക്കിയേ. ഒബ്സർവർ, ദെൻ പ്ലെയിൻ, അതിനുശേഷം ഒബ്ജക്റ്റ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, പ്ലെയിൻ എന്ന് പറയുന്നത് ഒബ്ജക്റ്റിനും ഒബ്സർവറിനും ഇടയിലായിരിക്കും. ക്ലിയർ അല്ലേ? ഇതാ ഒന്നുകൂടി നോക്കുക. തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ, ഫ്രണ്ട് വ്യൂ, ഒബ്സർവർ ഇവിടെ, പ്ലെയിൻ ഇവിടെ, ഒബ്ജക്റ്റ് ഇവിടെ. അപ്പൊ പ്ലെയിൻ എന്ന് പറയുന്നത് ഒബ്സർവറിനും ഒബ്ജക്റ്റിനും ഇടയിലാണ്. ഫ്രണ്ട് വ്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് കണ്ടീഷൻ പറയുന്നത്. ഓക്കെ, ആ കണ്ടീഷൻ എല്ലാ ആംഗിളിലും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കിയേ. ടോപ്പിൽ നിന്ന് നോക്കുക, ടോപ്പ്. ഓക്കെ, ഇതല്ലേ ടോപ്പ്. ടോപ്പിൽ നിന്ന് നോക്കുമ്പോഴെന്താണ്, ഒബ്സർവർ ഇവിടെ, പ്ലെയിൻ ഇവിടെ, ഒബ്ജക്റ്റ് ഇവിടെ. കുഴപ്പമില്ലല്ലോ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് സൈഡും കൂടി നോക്കാം ഇതുപോലെ. അപ്പൊ നിങ്ങളിപ്പോ ഫ്രണ്ട് വ്യൂയിലാണ്, ഓർത്ത് വെക്കണം. ഞാൻ ലെഫ്റ്റ് സൈഡ് വ്യൂ ആണ് നോക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യത്തെ കണ്ടീഷൻ എന്താ? കണ്ടീഷൻ എന്തായിരുന്നു? പ്ലെയിൻ ഒബ്ജക്റ്റിനും ഒബ്സർവറിനും ഇടയിൽ. അപ്പൊ ഞാൻ ഇവിടെ ഒബ്സർവർ ഉണ്ട്. അപ്പൊ അതിനുശേഷം കാണേണ്ടത് എന്താ? പ്ലെയിൻ ആണ്, അതിന് പുറകിലാണ് ഒബ്ജക്റ്റ്. അപ്പൊ ഞാൻ ഇതിനുള്ളിലാണ് ഒബ്ജക്റ്റ് ഉള്ളത്. നമുക്ക് തൽക്കാലം ഗ്ലാസ് പ്ലെയിൻ എന്നുള്ള രീതിയിൽ അസ്യൂം ചെയ്യാം. അപ്പോൾ ഇതാ ഞാൻ ഇവിടെയാണ് പ്ലെയിൻ ക്രിയേറ്റ് ചെയ്യുന്നത്. കാണാം, ഇതാ ഇവിടെ ഒരു പ്ലെയിൻ ക്രിയേറ്റ് ചെയ്തു. കാണുന്നുണ്ടല്ലോ. അപ്പൊ ലെഫ്റ്റ് സൈഡ് വ്യൂവിൽ നോക്കുമ്പോൾ എനിക്ക് ഈ പ്ലെയിനിൽ വരച്ചെടുക്കാൻ സാധിക്കും. ഓക്കെ, ഈ പ്ലെയിനിൽ. അപ്പോൾ എന്താണ്, ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറയാം. ഇതാ പ്ലെയിനുകളെല്ലാം ഒരുമിച്ച് വെക്കുന്നതിന് പകരം തൽക്കാലം ഞാൻ വെർട്ടിക്കൽ പ്ലെയിൻ, ഹൊറിസോണ്ടൽ പ്ലെയിൻ മാത്രം വെച്ചു. ഫ്രണ്ട് വ്യൂയിലാണ് നിങ്ങൾ ഉള്ളത്. നിങ്ങൾ നോക്കുമ്പോൾ ഒബ്ജക്റ്റ് പുറകിലുണ്ട്, ഗ്ലാസ് പ്ലെയിൻ ആണ്, ഇതിനുള്ളിലൂടെ കാണും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഫ്രണ്ട് വ്യൂ വരച്ചെടുക്കാം. ഇത് റെഫറൻസ് ലൈൻ, അതായത് ഇത് റെഫറൻസ് ലൈൻ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് വരച്ചെടുക്കാം? ഫ്രണ്ട് വ്യൂ ഇവിടെ വരച്ചെടുത്തു. കാണുന്നുണ്ടല്ലോ. ടോപ്പ് വ്യൂ ഇവിടെ വരച്ചെടുത്തു. അതിനെയും നിങ്ങൾക്ക് വെർട്ടിക്കൽ പ്ലെയിനിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ടോപ്പ് വ്യൂ വരച്ചെടുത്തിട്ട് എങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യാം? ക്ലോക്ക് വൈസിൽ 90 ഡിഗ്രി മുകളിലേക്ക്. കുഴപ്പമില്ല. അപ്പോൾ ടോപ്പ് വ്യൂ ഇവിടെ കിട്ടി. ഫ്രണ്ട് വ്യൂവിന്റെ മുകളിൽ ടോപ്പ് വ്യൂ കിട്ടി, തൊട്ട് മുകളിൽ ടോപ്പ് വ്യൂ. ഓക്കെ, ഇനി നോക്കുക. ടോപ്പ് വ്യൂ കിട്ടി കഴിഞ്ഞു. അടുത്തത് ലെഫ്റ്റ് സൈഡ് വ്യൂ. ഇവിടെ നിന്നാണല്ലോ നോക്കുന്നത്. ആദ്യം കാണേണ്ടത് പ്ലെയിൻ ആണ്, പ്ലെയിനിന്റെ പുറകിലാണ് ഒബ്ജക്റ്റ്. അപ്പോൾ ഇതാ ഞാൻ ഈ പ്ലെയിനിൽ വരച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾ കാണുന്നില്ലല്ലോ. അപ്പോൾ അതിനെ കാണാൻ വേണ്ടി നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. എങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യണം? വെർട്ടിക്കൽ പ്ലെയിനിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇതാ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? ലെഫ്റ്റ് സൈഡ് വ്യൂ ലെഫ്റ്റ് സൈഡിൽ തന്നെ കിട്ടുന്നു. അപ്പോഴെന്തായി? ലെഫ്റ്റ് സൈഡ് വ്യൂ ലെഫ്റ്റ് സൈഡിൽ തന്നെ കിട്ടുന്നു. LSV എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡ്. നേരത്തെ എന്തായിരുന്നു? ലെഫ്റ്റ് സൈഡ് വ്യൂ റൈറ്റ് സൈഡിലാണ് കിട്ടിയത്. ഇപ്പോഴെന്താണ്? ലെഫ്റ്റ് സൈഡ് വ്യൂ ലെഫ്റ്റ് സൈഡിൽ തന്നെ കിട്ടി. അതുപോലെ തന്നെ നിങ്ങൾക്ക് റൈറ്റ് സൈഡ് വ്യൂ വരക്കുവാണെങ്കിൽ ഇവിടെ നിന്നാണ് നോക്കുക. ഇപ്പൊ ഇവിടെ ഒരു പ്ലെയിൻ ഉണ്ടാവും. ആ പ്ലെയിനിൽ വരച്ചെടുക്കുക. അതിനെ എങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യണം? ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതേ ഇനി നിങ്ങൾക്ക് പ്ലെയിൻ ഇല്ലാതെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ശ്രദ്ധിക്കുക. തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഈ കേസ് സങ്കല്പിക്കുക. ഒബ്ജക്റ്റ് ഇവിടെ, നിങ്ങളിപ്പോൾ ഫ്രണ്ട് വ്യൂ കാണുന്നുണ്ടല്ലോ. നിങ്ങളിപ്പോൾ ഫ്രണ്ട് വ്യൂ, ഒബ്ജക്റ്റ് ഇതുപോലെ. ഓക്കെ, അപ്പോൾ ഫ്രണ്ട് വ്യൂ കിട്ടി. ടോപ്പ് വ്യൂ കിട്ടാൻ എന്ത് ചെയ്യണം? നേരെ മുകളിലേക്ക് ടോപ്പ് വ്യൂ. ഓക്കെ, ഇനി സൈഡ് വ്യൂ ആണെങ്കിലോ ഇവിടെ നിന്നാണല്ലോ നോക്കുന്നത്. എവിടെ കിട്ടും? ഇവിടെ തന്നെ കിട്ടും. ഇനി അവിടെ നിന്നാ നോക്കുന്നുണ്ടെങ്കിലോ അവിടെ തന്നെ, ആ ഭാഗത്ത് തന്നെ കിട്ടും. ഓക്കെ, ഇതാണ് തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്, മെയിൻ ആയിട്ടും ഡിസ്കസ് ചെയ്തത് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എന്താണെന്നുള്ള കാര്യമാണ് ഡിസ്കസ് ചെയ്തത്. ബേസിക്കലി രണ്ട് ആംഗിൾ ഓഫ് പ്രൊജക്ഷനുകൾ. ഒന്ന് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ, അതുപോലെ തന്നെ തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ. ബാക്കി രണ്ട് പ്രൊജക്ഷൻ ഇല്ല. അതിന്റെ കാരണം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്ന കണ്ടീഷനിൽ തന്നെ ബാക്കി എല്ലാ ആംഗിൾ ഓഫ് പ്രൊജക്ഷനും നിങ്ങൾക്ക് വരയ്ക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ബാക്കി വ്യൂസ് വരയ്ക്കാൻ സാധിക്കില്ല. അതായത് സെക്കൻഡ് ആംഗിൾ പ്രൊജക്ഷനും ഫോർത്ത് ആംഗിൾ പ്രൊജക്ഷനും നിങ്ങൾക്ക് വരയ്ക്കാൻ സാധിക്കില്ല. അതിന്റെ കാരണം കണ്ടീഷൻ ഫെയിൽ ആവുന്നു. ഓക്കെ, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവില്ല എന്നർത്ഥം. അതുകൊണ്ട് രണ്ട് ആംഗിൾ പ്രൊജക്ഷൻ, ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ, തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ. ഇപ്പൊ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനെ സംബന്ധിച്ചിടത്തോളം കണ്ടീഷൻ ഇതാണ്: ഒബ്ജക്റ്റ് പ്ലെയിനിനും ഒബ്സർവറിനും ഇടയിലാണ്. ആ കണ്ടീഷൻ എല്ലാ വ്യൂസിനും സാറ്റിസ്ഫൈഡ് ആവണം. പിന്നെ ശ്രദ്ധിക്കാനുള്ളത്, എല്ലാ വ്യൂസും വരച്ചതിന് ശേഷം എല്ലാം വെർട്ടിക്കൽ പ്ലെയിനിലേക്ക് കൺവേർട്ട് ചെയ്യണം. അങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പോൾ ഫ്രണ്ട് വ്യൂ മുകളിലും റഫറൻസ് ലൈനിന് മുകളിലും ടോപ്പ് വ്യൂ അതിന്റെ താഴെയും, ഫ്രണ്ട് വ്യൂവിന്റെ ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡ് വ്യൂ, റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡ് വ്യൂ. ഓക്കെ, ഏതെങ്കിലും ഒരു വ്യൂ മാത്രമേ ഉള്ളൂ. ഞാൻ തൽക്കാലം ലെഫ്റ്റ് സൈഡ് വ്യൂ ആണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. അതുപോലെ തേർഡ് ആംഗിളിലേക്ക് വരുമ്പോൾ പ്ലെയിൻ ഒബ്ജക്റ്റിനും ഒബ്സർവർക്കും ഇടയിലായിരിക്കും. അതായത് ഒബ്സർവർ നോക്കുമ്പോൾ ആദ്യം കാണുന്നത് പ്ലെയിൻ ആണ്, അതിന് പുറകിലാണ് ഒബ്ജക്റ്റ് ഉള്ളത്. ഓക്കെ, അത് പ്രകാരം കണ്ടീഷൻ നമ്മൾ പറഞ്ഞു ഒബ്ജക്റ്റ്, പ്ലെയിൻ, ഒബ്സർവർ. അത് പ്രകാരം നിങ്ങൾ ഓരോ വ്യൂസും വരച്ചു കഴിഞ്ഞാൽ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് റഫറൻസ് ലൈനിന് മുകളിൽ ടോപ്പ് വ്യൂ, അതിന്റെ തൊട്ട് താഴെയാണ് ഫ്രണ്ട് വ്യൂ ലഭിക്കുന്നത്.
ഓക്കെ, റൊട്ടേഷൻ പ്രകാരം നിങ്ങൾ ചിന്തിച്ചു നോക്കണം. അതായത് ഇതിവിടെ ടോപ്പ്, ഇവിടെ ഫ്രണ്ട് വ്യൂ കിട്ടി, ഇതിനെയാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടത്. ഇതിനെ റൊട്ടേറ്റ് ചെയ്യുന്നത് എങ്ങനെയാ? ക്ലോക്ക് വൈസ്, നേരെ മുകളിലേക്ക്. അപ്പോൾ എന്ത് കിട്ടി? ഫ്രണ്ട് വ്യൂവിന്റെ മുകളിൽ ടോപ്പ് വ്യൂ കിട്ടി. സൈഡ് പ്ലെയിൻ ആണെങ്കിൽ ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നാണ് നോക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഒരു പ്ലെയിൻ ക്രിയേറ്റ് ചെയ്യാം. ആ പ്ലെയിൻ എങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യാം? നേരെ ഫ്രണ്ടിലേക്ക്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഭാഗത്ത് തന്നെ കിട്ടും. അപ്പൊ ലെഫ്റ്റ് സൈഡ് ഇവിടെ തന്നെ, ലെഫ്റ്റ് സൈഡ്. റൈറ്റ് സൈഡ് വ്യൂ ആണ് വരയ്ക്കുന്നത്, റൈറ്റ് സൈഡ് തന്നെ കിട്ടും. ഇതാണ് ബേസിക്കലി ഡിഫറൻസ് ബിറ്റ്വീൻ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ആൻഡ് തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ. അപ്പോൾ വ്യൂസ് ഏതൊക്കെ പ്ലെയിനിലാണ് ലഭിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ പറയുന്ന എൽ ഷേപ്പിന്റെ തന്നെ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ വളരെ നീറ്റ് ആയിട്ട് വരച്ച് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അതിനുശേഷം അതിന്റെ തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ കൂടി വരച്ച് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഒരുപാട് എക്സാമ്പിൾ ചെയ്ത് ശീലിക്കാവുന്നതാണ്. ഇതാണ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഏതാണ്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇത് നന്നായിട്ടൊന്ന് നോക്കുക, കാര്യങ്ങളൊന്നും കൂടി വിശദീകരിച്ച് നോക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് നന്നായിട്ട് പഠിച്ച് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, താങ്ക് യു.